ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ MA ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ് കേട്ടോ. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ആണ്. എനിക്കിവിടെ ഇനി ഒരു മാസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ പോവും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ, അതായത് ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങാനായിട്ട് മുന്നേ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇനി കാര്യവട്ടം ക്യാമ്പസിൽ ജോയിൻ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യുന്നതെന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യം ചില അല്ലറ ചില്ലറ വീഡിയോസൊക്കെ ഇട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത് കാര്യവട്ടം ക്യാമ്പസിനെ കുറിച്ച് അറിയാൻ പറ്റാനിട്ടും ക്യാമ്പസ് എങ്ങനെയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്, അതിനെ പറ്റിയിട്ട് ആരും യൂട്യൂബിൽ ചെയ്തിട്ടില്ല വീഡിയോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന നിങ്ങൾക്ക്, ഈ വരുന്ന തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ക്യാമ്പസ് ടൂർ ചെയ്യാമെന്നൊരു പ്ലാനിൽ ഞാൻ യൂട്യൂബിൽ ക്യാമ്പസ് ടൂർ ഇട്ടു. സൗത്ത് ക്യാമ്പസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാര്യവട്ടം ക്യാമ്പസേ ഒരു റോഡിന് അപ്പുറപ്പുറമായിട്ട് സൗത്ത് നോർത്തായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സൗത്ത് ക്യാമ്പസ് ടൂർ ഞാൻ വീഡിയോ 2 എണ്ണമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാമ്പസിലോട്ട് കടന്നു കഴിഞ്ഞിട്ട് എവിടെയാണ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഉള്ളവർ വീഡിയോ കണ്ടുനോക്ക്. നോർത്ത് ക്യാമ്പസിൻ്റെ ടൂർ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടിട്ടില്ല. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഞാൻ ഇടാവേ. 2 ദിവസം മുന്നേ FY യൂട്യൂബിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഇനി അധികം വൈകാണ്ട് തന്നെ PGൻ്റെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും, അഡ്മിഷൻ കിട്ടിയോ, ഇനി എങ്ങനെയാണ് വാട്ട് നെക്സ്റ്റ് എന്നായിരിക്കും. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് കേട്ടോ ഈ വീഡിയോ. പല ഡിപ്പാർട്ട്മെൻറ്റിലും സീറ്റിൻ്റെ എണ്ണം പലതാണ്. ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹിസ്റ്ററിയാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സീറ്റിൻ്റെ എണ്ണം 29-30 ആയിരുന്നു. അന്ന് ഇൻ്റർവ്യൂ വഴി എടുത്തത് 24 സീറ്റാണ്. പിന്നീട് അതിന് ശേഷം സ്പോർട്സും പിന്നെ വേറെ ഏതൊക്കെയോ ഒരു വേക്കൻസി വഴി പിള്ളേരെ എടുത്തിട്ട് 29 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പം കറൻ്റ്ലി 27 പേരേ ഉള്ളൂ. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ആയിരിക്കത്തില്ല ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. ചില ഡിപ്പാർട്ട്മെൻറ്റിൽ 40 സീറ്റ് ഉണ്ടാവും, ചില ഡിപ്പാർട്ട്മെൻറ്റിൽ 20 സീറ്റേ ഉണ്ടാകത്തുള്ളൂ, ചില ഡിപ്പാർട്ട്മെൻറ്റിൽ 15 സീറ്റേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? കേരള യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, കട്ട് ഓഫ് ബേസിലെല്ലാം നമ്മുടെ മാർക്ക് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളായിരിക്കും ഫസ്റ്റ് റാങ്ക്. സെക്കൻഡ് റാങ്ക് ഉള്ളത് അതിനെക്കാട്ടും കുറച്ച് കുറവായിരിക്കും. ചിലപ്പോൾ പോയിന്റിലൊക്കെ ആയിരിക്കും വ്യത്യാസം ഉണ്ടാവുക. താഴെയുള്ള ആൾക്ക് അതിനെക്കാട്ടും കുറവായിരിക്കും. അങ്ങനെ 1 മുതൽ താഴോട്ട് വരെ ഉള്ളത് റാങ്ക് കുറയാണ്, അതേപോലെ മാർക്കും കുറവാണ്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ 30 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ 1 മുതൽ 8 വരെ റാങ്ക് ഉള്ളവർക്ക് സീറ്റ് കൺഫേം ആയിരുന്നു. അന്ന് ആ സീറ്റ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും വന്നെന്ന് തോന്നുന്നു. 1-2 പേര് വന്നില്ല. അപ്പോൾ ആ 1-2 പേര് വന്നില്ലെങ്കിൽ അടുത്ത 9-10 ഉള്ള ആൾക്കാർക്കായിരിക്കും അവിടെ പ്രയോറിറ്റി, അവർക്കായിരിക്കും റാങ്ക്. നിങ്ങൾ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെമോ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ മെമോ വന്ന എല്ലാവർക്കും സീറ്റ് കിട്ടണമെന്നില്ല, പക്ഷേ മെമോ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ സീറ്റ് ഫില്ലാവുകയാണെങ്കിൽ അവർ പറഞ്ഞേക്കും, ഓക്കെ ഇനി അങ്ങനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേക്കും. അങ്ങനെ വിളിക്കുകയാണെങ്കിലും നമ്മളധികം ഹോപ്പ് വെക്കരുത്, ഒരു ഭാഗ്യം വെച്ചിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ഇപ്പം മെമോ വന്നു, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നു, പക്ഷെ നിങ്ങളുടെ പേര് വിളിച്ചില്ല, അഡ്മിഷൻ ക്ലോസ് ആയി, സീറ്റ് ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പറഞ്ഞേക്കായിരിക്കും. സീറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മളോട് അവർ പൊക്കോളാൻ പറയും. അപ്പോൾ നമുക്ക് വിഷമം തോന്നും എന്തായാലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവിടുത്തെ അഡ്മിഷൻ സ്വപ്നം കണ്ടിട്ട് ട്രെയിൻ കയറി വന്നവരുണ്ടാവും. ഞാനൊക്കെ അന്ന് തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. എൻ്റെ വീട് തൃശ്ശൂരായിരുന്നു. എനിക്കന്ന് അഡ്മിഷൻ കിട്ടിയായിരുന്നു. പക്ഷേ കുറേ പേര് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഈ മെമോ വന്നപ്പോൾ ഓടിപ്പടിഞ്ഞ് വന്നായിരുന്നു. പക്ഷേ ചിലവർക്കൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ അവർക്കതൊരു വിഷമമായിരിക്കും. പക്ഷേ അവർ പിന്നീട് കോണ്ടാക്ട് ചെയ്യുന്നത് റയറാണ്. അതായത് ചിലവർക്കൊക്കെ ഈ അഡ്മിഷൻ എടുത്ത പിള്ളേർക്കൊക്കെ പിന്നീടായിരിക്കും CUTയിൽ അഡ്മിഷൻ കിട്ടുക. അപ്പോൾ അവർ ജയ്പൂർക്കും ഡൽഹിക്കും പലയിടത്തേക്കും പോകും. അപ്പോൾ ആ ഒരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ആ പോയതാരാണോ അത് ഏത് കാറ്റഗറിയാണ്, ജനറലാണോ അതോ SC ആണോ അതോ OBC ആണോ എന്നീ കാറ്റഗറിയിൽ അടുത്ത റാങ്ക് ആർക്കാണോ അവരവർ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവരടുത്ത ആളെ വിളിക്കും, അവർക്ക് സീറ്റ് കിട്ടും. ഞാൻ പറഞ്ഞ 1 മുതൽ 8 വരെയുള്ള ആൾക്ക് അഡ്മിഷൻ കൺഫേം ആണ് ഞാൻ പറഞ്ഞില്ലേ.
അതെന്തായാലും കൺഫേം ആണേ. അതിലൊന്നോ രണ്ടോ മൂന്നോ നാലോ പേര് വരാണ്ടിരുന്നതിനാലാണ് 8 കഴിഞ്ഞിട്ട് 9, 10, 11, 12 എന്നിവർക്കൊക്കെ അഡ്മിഷൻ കിട്ടുക. അപ്പം എന്തായാലും അവരൊക്കെ വരണം. അതായത് മെയിൻ റാങ്ക് ലിസ്റ്റിൽ 30 സീറ്റുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മെയിൻ റാങ്ക് ലിസ്റ്റിൽ 8 കഴിഞ്ഞ് 9ാമത്തെ റാങ്ക് ആണെങ്കിലും 10ാമത്തെ റാങ്ക് ആണെങ്കിലും 11 ആയാലും 12 ആണെങ്കിലും നിങ്ങൾ വരണം. മെമ്മോ വന്നു കഴിഞ്ഞാൽ എന്തായാലും വരണം. അത് എത്ര റാങ്ക് ആയിക്കോട്ടെ എന്തായാലും വരണം. അതാ ഒരു ബിരിയാണി കിട്ടിയാലോ. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി റാങ്ക് ബേസിലാണെങ്കിൽ ഇപ്പോൾ SC, OBC എന്നിവർക്കൊക്കെ ആദ്യത്തെ 4 കമ്മ്യൂണിറ്റികൾക്ക് 4 റാങ്ക് വരെയുള്ള കമ്മ്യൂണിറ്റികൾക്ക് സീറ്റ് ഉറപ്പാണ്. അപ്പോൾ അവരെന്തായാലും വരണം. ആ റാങ്ക് ലിസ്റ്റിലുള്ള ആരെങ്കിലും 1, 2 പേരോ വരാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ 4 കഴിഞ്ഞ് 5ാമത്തെ ആൾക്കും 6ാമത്തെ ആൾക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിറ്റി റാങ്ക് ബേസിൽ 1, 2, 3, 4 കഴിഞ്ഞിട്ട് 5, 6, 7 ഒക്കെ വരണം. ഞാനിത് വരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് കിട്ടിയില്ല എന്ന് എന്നെ പറയരുത്. ആ റാങ്കിലുള്ള ആരെങ്കിലും വരാണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ എവിടെയാണ് വീട് എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ കണ്ണൂരുണ്ടാവാം, കാസർഗോഡ് ഉണ്ടാവും, കൊല്ലം ഉണ്ടാവാം, പാലക്കാട് ഉണ്ടാവും, പല സ്ഥലം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ വരെ രാവിലെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും മേലൊക്കെ എടുക്കുന്നവർ, അതായത് കൊല്ലം അല്ല കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം എന്നുള്ളവരൊക്കെ ഉണ്ടല്ലോ, തലേദിവസം രാത്രി ട്രെയിൻ കയറിയാലാണ് പിറ്റേ ദിവസം രാവിലെ എത്തുള്ളൂ. രാവിലെ എത്തിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം തൊട്ടടുത്ത് തന്നെ ഫ്രഷപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എത്താൻ പാകത്തിന് എത്താം. ഇൻ്റർവ്യൂ ഉള്ളവർക്ക് കേട്ടോ. പിന്നെ അത്രയും ദൂരം യാത്ര ചെയ്ത് വരണം, എനിക്ക് ഇട്ടത്തില്ല എന്നൊന്നും വിചാരിച്ച് വരാണ്ടിരിക്കരുത്. മാക്സിമം പറ്റുന്നത് വരാൻ നോക്കുക, അഥവാ കിട്ടിയാലോ. ചിലവർ ഈ വീഡിയോ കാണുന്നൊരു 1 ഒന്നിൽ കൂടുതലോ എൻട്രൻസ് എക്സാം കാരിട്ടം ക്യാമ്പസിൽ എഴുതിയവരുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ വിഷയമാണ്, ഏത് കോഴ്സ് ചൂസ് ചെയ്യണമെന്ന് നിങ്ങളുടെ വിഷയമാണ്. ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്യാം. പിന്നെ ചിലവർക്ക് ഒരു ഡൗട്ടാണ്, 2 പേർക്ക്, അതായത് ഇപ്പോൾ 7ാമത്തെ റാങ്ക് എടുക്കുന്ന ആൾക്കും 8ാമത്തെ റാങ്ക് എടുക്കുന്ന ആൾക്കും സെയിം മാർക്കാണെങ്കിൽ എങ്ങനെയായിരിക്കും അഡ്മിഷൻ കിട്ടാമെന്ന് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട്, ആ 2 സെയിം മാർക്കുള്ളവർക്കുണ്ടല്ലോ, അതിലാർക്കാണ് ഡിഗ്രിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് അവർക്കായിരിക്കും പ്രയോറിറ്റി കേട്ടോ. ആ ഡിഗ്രിയിൽ കൂടുതൽ മാർക്കുള്ളവർക്കായിരിക്കും അഡ്മിഷൻ കിട്ടുക. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. കൂടുതൽ എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിൽ കേട്ട കാര്യം കേട്ടോ പറഞ്ഞത്. ഈ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. പലർക്കും കിട്ടാതെ പോയിട്ടുണ്ട്, പലർക്കും പല മിറാക്കിളിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പലർക്കും പല എക്സ്പീരിയൻസ് ആട്ടോ. അതായത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങി 1 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ട്. ഇതിന് മുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആര്യ ശ്രീകുമാറിൻ്റെ, അവളുടെ എക്സ്പീരിയൻസ് അവൾ പറയുന്നുണ്ട്. അതൊക്കെ ഒരു മിറാക്കിളാണ്. അപ്പോൾ നമുക്ക് അറിയത്തില്ല, ലക്കാണ്. ആ ലക്ക് പോലെ ഇരിക്കും നമ്മുടെ അഡ്മിഷൻ കിട്ടുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വായോ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങ് പോകും. അതേപോലെ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും, കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അന്നേരം ഹോസ്റ്റൽ സെറ്റ് ആവുമെന്ന്. പക്ഷേ ഇല്ല, അന്നേരം സെറ്റ് ആവത്തില്ല. എന്തായാലും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 1 മാസത്തോളം പുറമേ നിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് അത്രയും ദൂരം നിന്നുള്ളവരാണെങ്കിൽ 1 മാസത്തെയോ 2 മാസത്തോളോ ചിലപ്പോൾ അതിൽ കൂടുതലോ പുറത്ത് പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ സാറ്, അതായത് HOD ഒരു ഗ്രൂപ്പ് തുടങ്ങും. ആരൊക്കെയാണ് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് തന്നെ ആയിരിക്കും ഹോസ്റ്റലിൻ്റെ ഒരു പോർട്ടൽ ഓപ്പൺ ആവും, കേരള യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട്. ആ ഹോസ്റ്റൽ അഡ്മിഷൻ്റെ പോർട്ടലിൽ നമുക്ക് കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസും ഡിസ്റ്റൻസും എന്നീ കാര്യങ്ങളും കൊടുത്ത് 55 രൂപയും കൊടുത്ത് അപ്ലൈ ചെയ്യണം ഹോസ്റ്റലിനെ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കും ഓക്കെ ഹോസ്റ്റൽ കിട്ടി. ഇല്ല, അപ്പം തന്നെ കിട്ടത്തില്ല. ഒരു 2-3 മാസം കഴിയും അതിൻ്റെ റിസൾട്ട് വരാനായിട്ട്. ചിലപ്പോൾ അതിന് നേരത്തെ ആയിരിക്കാം, ചിലപ്പോൾ അതിന് നേരം വൈകാം. അലോട്ട്മെൻറ്റ് വഴിയാണ് നമുക്ക് ഹോസ്റ്റൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് അറിയാൻ പറ്റുക. ആ അലോട്ട്മെൻറ്റ് വരുന്ന വഴി നമ്മൾ പുറത്ത് പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും. പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ 1 മാസം 5000 ചില ഹോസ്റ്റലിലാവും. ചില ഹോസ്റ്റലിൽ 5000-ന് മേലെയാവും, 6000 ആവും, ചിലപ്പോൾ 6500 ആവും. പല റേഞ്ചിലുള്ള ഹോസ്റ്റൽ നമ്മുടെ ക്യാമ്പസിന് ചുറ്റും അവൈലബിൾ ആണ്. അവിടെ നമ്മൾ എന്തായാലും നിൽക്കേണ്ടി വരും ഒരു 2-3 മാസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമ്പസ് അലോട്ട്മെൻറ്റ് വന്നാൽ ഇവിടെ കയറാം. പക്ഷേ എല്ലാവർക്കും ഉടനെ തന്നെ ക്യാമ്പസ് ഹോസ്റ്റലിൽ കിട്ടത്തില്ല, അലോട്ട്മെൻറ്റ് വഴിയേ കിട്ടത്തുള്ളൂ. ഡിസ്റ്റൻസ് ഉണ്ട് ക്രൈറ്റീരിയ. കൂടുതൽ വീഡിയോ അതിനെപ്പറ്റി ഞാൻ ചെയ്യാം. അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് PGക്കാർക്കോ FIUGക്കാർക്കോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അല്ലെങ്കിൽ ഇനി വീഡിയോ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം കേട്ടോ. ഹോസ്റ്റൽ റിലേറ്റഡ് എന്തായാലും ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്റ്റൽസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം.
മെമോ വന്നു കഴിഞ്ഞാൽ മെമോയിലുണ്ടായിരിക്കും നമ്മൾ എന്തൊക്കെയാണ് അഡ്മിഷനെ വരുമ്പോൾ കൊണ്ടുവരേണ്ടതെന്ന്. അതിൽ നമ്മുടെ പി ജിക്കാരാണെന്നുണ്ടെങ്കിൽ കൺസോളിഡേറ്റ്, പ്രൊവിൻഷണൽ, SSLC, +2 എന്നീ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് കൊണ്ടുവരണം. അതുപോലെ ഡിഗ്രിക്കാരാണെങ്കിൽ ഡിഗ്രിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ +2 SSLC, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതേപോലെ അവർ പറയും മെമോ പ്രിൻ്റ് എടുക്കാൻ പറയും. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വരണം. ഇതെല്ലാം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്തായാലും ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കൊണ്ടുവരണം. അഥവാ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ മേടിച്ച് വെക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി ആവശ്യം വരും. അതായത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും വേണം. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ പാളയം ഓഫീസിൽ നിന്ന് കിട്ടുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഓഫീസിൽ നിന്ന് കിട്ടുന്നത്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി ഇതൊക്കെ അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ടേ നമുക്ക് ആ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കോപ്പി എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കണം. അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് ആണെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് HOD നമുക്ക് ആ ഫോട്ടോ കോപ്പിയിൽ അറ്റസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ കോപ്പി തരും. ആ കോപ്പി കൊണ്ടിട്ട് പാളയം ക്യാമ്പസിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിലിറ്റിക്ക് കിട്ടും. ഇപ്പം എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. മെയിലായിക്കോട്ടെ, ചിലപ്പോൾ കോളായിരിക്കും വരിക. എല്ലാവരും ചെക്ക് ചെയ്യുക, മെമോ വന്നൊന്ന് ചെക്ക് ചെയ്യുക. മെമോ വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കറക്റ്റ് ഡേറ്റിന് തന്നെ വരണം. ടൈം കീപ്പ് ചെയ്യണം. നമ്മൾ വിചാരിക്കും ഓക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ഒക്കെ കഴിയും. പക്ഷേ ഇല്ല, ഫുഡൊക്കെ കരുതിയിട്ട് വരിക. എടുത്തുനിന്നുള്ളവരാണെങ്കിൽ ഫുഡൊക്കെ കരുതിയിട്ട് വരാം. അല്ലെങ്കിൽ ദൂരെ നിന്നുള്ളവരാണെങ്കിൽ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, ഫുഡ് കഴിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇത്രയാണ് റാങ്ക്, ജനറൽ കാറ്റഗറിയാണ് കിട്ടുമോ, അതേപോലെ കമ്മ്യൂണിറ്റി കാറ്റഗറിയാണ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ കയ്യിലല്ലടാ. നിങ്ങൾക്ക് മെമോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണം, അറ്റൻഡ് ചെയ്യണം. അപ്പം അന്ന് അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വെക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയാലോ. അപ്പം എല്ലാവരും മെമോ കിട്ടിയാൽ വരണേ. ഓക്കെ ബൈ. കുറേ പേര് ഇൻ്റർവ്യൂവിനെ പറ്റി ചോദിച്ചാൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മുടെ മെമ്മോയിലുള്ള ഡീറ്റെയിൽസ്, അതായത് സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ട് നമ്മൾ ആ പറഞ്ഞ ഡേറ്റിന് നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചേർന്ന് നമ്മളവിടെ ഒരു രജിസ്റ്ററിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതുക. നമ്മളൊരു ക്ലാസ് റൂമിൽ വെയിറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ക്ലാസ് റൂമിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഓഫീസിലേക്ക് വിളിക്കും, ഫീസ് അടപ്പിക്കും. ഓക്കെ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഇൻ്റർവ്യൂ. ഞങ്ങളുടെ ഇൻ്റർവ്യൂ ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മളവിടെ ഫീയും കൂടി അടയ്ക്കണം കേട്ടോ. അതായത് നമ്മുടെ മെമ്മോയിൽ പറയുന്ന ആ ഫീ എമൗണ്ട് കൊണ്ടുവരണം. അപ്പോൾ അഡ്മിഷൻ കിട്ടിയ ആ ഫീ എമൗണ്ടും കൂടി അടച്ചു കഴിഞ്ഞാൽ തീർന്നു. ഇത്രയേ ഉള്ളൂടാ.